ഹലോ, ഗുഡ് ഈവനിങ്. മലയാള ടെലിവിഷനിൽ ഏറ്റവും വലിയ വാർത്താ മണിക്കൂർ ആരംഭിക്കുകയാണ്. ജനകീയ പ്രതികരണ വേദിയാണിത്. ഒരു മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചുള്ള ഒരു സംയുക്ത യാത്രയ്ക്കാണ് കളമൊരുങ്ങുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ വാർത്താ പകലും എന്ന വാർത്തകൾ അപകൃതിക്കുക മാത്രമല്ല, നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന ഈ യാത്രയിൽ അപശകനങ്ങൾ പോലെ വരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് അപകൃതിക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രതികരണ വാർത്താ മണിക്കൂർ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ഒരു മണിക്കൂർ നേരം നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ വിളികളും ഒക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ ജീവനും ആത്മാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ സ്ക്രീനിൽ തെളിയുന്നു. നിങ്ങൾക്ക് വാട്സപ്പ് ദൃശ്യങ്ങൾ അയക്കാനുള്ള നമ്പറാണ് ആദ്യം 6235968937 6235968937. അതേപോലെ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം, നേരിട്ട് വിളിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കാനൊരു നമ്പറുണ്ട്. പ്രതികരിക്കാനുള്ള ആ നമ്പർ 048428305010 0484283050. ഇത് കൂടാതെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്ത് 24-ലെ കമൻറ്റ് ബോക്സിലെത്തി നിങ്ങളുടെ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും അവിടെയും കുറിക്കാം. അപ്പോൾ സന്ദേശങ്ങളും വിളികളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ പൊള്ളിച്ചടുക്കുന്നു. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പനിനീരൊഴുകുന്ന പെരിയാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പെരിയാറിനെ പറ്റി വയലാർ എഴുതിയത് എങ്ങനെയാണ്? പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണ് നീ എന്നാണ് വയലാർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ പെരിയാറിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ്? ഈ പാട്ടും കേട്ടിട്ട് പെരിയാറിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സ്ഥിതിഗതികൾ മാച്ച് ചെയ്യത്തില്ല. പനിനീരൊഴുകിയിരുന്ന പെരിയാർ വിഷം നിറഞ്ഞ കാളന്തി പോലെയാകുന്നു. വ്യവസായ മേഖലയിൽ നിന്നുള്ള കൊടിയ വിഷത്തിൽ പെരിയാറിലെ മീനുകൾ ചത്തുപൊങ്ങിയതാണോ? സംശയമുണ്ട്. മാത്രമല്ല, കുഫോസിലെ വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് പെരിയാറിൽ ഓക്സിജന്റെ അളവ് അപകട നിലയ്ക്കും താഴെയാണെന്നാണ്. വിഷയത്തിൽ ഫാക്ടറികളോളം കുറ്റക്കാരാണ് മലിനീകരണ നിയന്ത്രണ ബോർഡും എന്നാണ് ജനങ്ങളിപ്പോൾ പറയുന്നത്. പെരിയാറിൻ്റെ ദുരന്തം നമ്മൾ അപകീർത്തിക്കുന്നു. ഇന്നലെ രാത്രി 8:30യോടെയാണ് ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയെന്ന നാട്ടുകാർ പരാതി പറയുന്നത്. തൊട്ടുപിന്നാലെ മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങി. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായത്. വരാപ്പുഴയിലെ മത്സ്യകർഷകനാണ് ഷിബു. ലോണെടുത്തും കടം വാങ്ങിയും 5 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് കൃഷി തുടങ്ങിയത്. ഏക വരുമാന മാർഗം. സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ടാണ്. നൈറ്റ് രാത്രിക്കാണ് ഈ വെള്ളം തുറന്നു വിടുന്നത്. പോലീസിന് മേളിലുണ്ടാവും. കറിഞ്ഞ് പൊങ്ങി വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കണ മാത്രമേ ഉള്ളൂ. മലിനീകരണം അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു ഉന്നത്തിനും വന്നില്ല ഇവിടെ. അവർ ബോട്ടായിട്ട് വരും. നല്ല വെള്ളമുള്ള സമയത്ത് അവർ എടുത്തു നോക്കും. ആ കുഴപ്പമില്ല പോകും. ഇവരെല്ലാം കൂടെ ഒത്താശല്ലേ. ഇപ്പം എന്ത് പറയാൻ പറ്റും? നമ്മളിൽ തന്നെ നമ്മുടെ ഗതികേട്. ഇന്നലെ രാത്രി 8:30യോടെയാണ് എടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ രാസമാലിന്യം പെരിയാറിലേക്ക് തള്ളിയത്. തൊട്ടുപിന്നാലെ മീനുകൾ ചത്തുപൊങ്ങി. ആലുവ മുതൽ പെരിയാർ ഒഴുകുന്ന വഴികളിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്തു. ഒഴുകി വന്ന രാസമാലിന്യങ്ങൾ ഷിബുവിനെ പോലെ ഒരുപാട് പേരുടെ ജീവിതോപാധികളാണ് തകർത്തു കളഞ്ഞത്. ചത്ത മീനുകളെ കൊണ്ടു നിറഞ്ഞ പെരിയാർ തീരമായിരുന്നു വരാപ്പുഴക്കാർക്ക് ഇന്നത്തെ കണി. പ്രശ്നത്തിനു പിന്നാലെ കുഫോസിലെ വിദഗ്ധ സംഘം പെരിയാറിൽ പരിശോധന നടത്തി. കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഓക്സിജന്റെ അളവ് അപകടനിലയ്ക്കും താഴെ. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 ppm, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. സർഫസിൽ തന്നെയാണ് അത്രയും കണ്ടത്. അപ്പം താഴത്തെ ഞങ്ങൾ ഓക്സിജൻ നോക്കിയപ്പം 1.4 ppm കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മീൻ മുകളിൽ വന്നിട്ട്, എല്ലാ മീനുകളും നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിൽ വന്ന് എയർ എടുക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നാശമാണ് ഉണ്ടായത്. മീനുകൾ ചത്തുപൊങ്ങിയിട്ടും യാതൊരുവിധ പരിശോധനകൾക്കും ഉദ്യോഗസ്ഥരെത്തിയില്ല. ചത്ത മീനുകളുമായി ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതോടെയാണ് അധികാരികൾ കണ്ണു തുറന്നത്. ഇവിടെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇനി ഈ വെള്ളമൊക്കെ പരിശോധിച്ച് എന്ന നടപടി ഇവർക്കൊന്നും എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മുൻകാല അനുഭവങ്ങൾ.
ഇനി ഈ നഷ്ടപ്പെട്ട കർഷകരുടെ നഷ്ടം ആര് നികത്തുമെന്നുള്ളതാണ്. ചത്തുപൊങ്ങിയ മീനുകൾ വരാപ്പുഴ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിച്ച മത്സ്യവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു. വിഷയത്തിൽ പ്രതിക്കൂട്ടിലുള്ളത് ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികൾ മാത്രമല്ല, കൃത്യമായ പരിശോധനകൾ നടത്താത്ത മലിനീകരണ നിയന്ത്രണ ബോർഡ് കൂടിയാണ്. നിരന്തര പരാതികൾ ഉണ്ടായിട്ടും ബോർഡ് ചെറുവിരൽ അനക്കിയില്ല എന്ന് പരാതി പറയുന്നുണ്ട് നാട്ടുകാർ. മീനുകൾക്ക് മാത്രമല്ല, പെരിയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആരോഗ്യവും പരുങ്ങലിലാണ്. വിഷജലം മുന്നിലൂടൊഴുകുന്നതിന്റെ ആശങ്ക ജനങ്ങളുടെ കണ്ണിൽ കാണാം. പരാതി പറയാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പെരിയാറിലെ ജലം പരിശോധിക്കുന്നതിലും അലംഭാവം. മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. കൊച്ചിയിൽ നിന്നും റിജോയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിലെ വരാപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങിയത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. വിഷജലം മുന്നിലൂടെ ഒഴുകുന്നതിൻ്റെ ആശങ്കയിലാണ് പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യർ. ഓക്സിജന്റെ ലെവലൊക്കെ വളരെ താണുപോകുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത അവസ്ഥയാണ്. പ്രതികരണങ്ങൾ ജനങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ്. പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി സർക്കാരിന്റെ സബ്സിഡിയോട് നടത്തുന്ന ഒരു പദ്ധതിയാണ് കൂടുകൃഷി. എല്ലാ മത്സ്യകർഷകരുടെയും ഒരു ജീവിത മാർഗമാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്. വർഷാവർഷങ്ങളിൽ ഓരോ മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഒഴുക്കുന്ന വെള്ളത്തിന്റെ ദൂഷഫലമാണ് ഈ കാണുന്നത്. വരാപ്പുഴ കടമക്കുടി മേഖല മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത്. മത്സ്യകൃഷിയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന 90% ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് വരാപ്പുഴ കടമക്കുടി. ഇവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഈ സംഭവം. ഇന്നലെ വിട്ട വെള്ളം അതിൻ്റെ പവർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഷട്ടർ തുറന്ന് നല്ല വെള്ളം പറഞ്ഞിട്ടൊക്കെയാണ്. ഇപ്പോഴാണ് ഇവിടെ നിന്ന് ആൾക്കാർ പോയിട്ട് ടെസ്റ്റിന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോണത്. ഇപ്പോൾ ചെന്ന് കിട്ടണത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം ആയിക്കോളൂ. ഇന്നലത്തെ വെള്ളം നമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പിടിക്കാനോ ഇവിടെ ആരും ഇല്ല. വളരെ നല്ല വീഴ്ചയാണ് സംഭവിച്ചത്. എന്തെങ്കിലും പറഞ്ഞാൽ അവർ വേറെ രീതിയിൽ അവർ പറയണം എല്ലാ കൊല്ലവും ഈ വെള്ളം വിടും. അപ്പോൾ സാധാരണ നോർമലി ചെയ്യണ സംഭവം തന്നെ അവർ ചെയ്തിട്ടുള്ളതെന്ന് പറയണത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീൻ കൃഷി ചെയ്യാൻ പറ്റില്ല, മീൻ വളർത്താൻ മീനിൻ്റെ സംഭവം ജലസമ്പത്ത് സംഭവം ഉണ്ടാവില്ല ഈ എല്ലാ കൊല്ലം ഇങ്ങനെ വിട്ടണമെന്നുണ്ടെങ്കിൽ. അവർ പറയണത് അങ്ങനെയാണ്, ഞങ്ങൾ നോർമലി ചെയ്യുന്ന സംഭവം എന്ന് പറയണത്. നിരന്തരമായിട്ട് ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും ഇവർ ഈ വെള്ളം വിടും. വെള്ളം അതത്ര കാര്യമായിട്ട് ഏക്കെങ്കിലും ഇങ്ങനെ അടിത്തട്ട് വരെ മേക്കൂലായിരുന്നു. ഇപ്പം നഷ്ടം വരാതെ ഈ പ്രാവശ്യം എന്ന് പറയും ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയുടെ മുന്നോടിയായി മഴ ഉണ്ടാവുന്നു എന്നുള്ള ഈ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് ഇവർ അതിരൂക്ഷമായിട്ട് ടാങ്ക് കംപ്ലീറ്റ് കാലിയാക്കി വിടുന്നു. പുഴയിൽ ഒരു സാധനം പോലും ഇല്ല. പുഴ രാവിലെ വെള്ളപ്പറ്റിന് പുഴ നിറച്ച് മീൻ താഴെ ചത്ത് കിടക്കണമായിരുന്നു. ഇപ്പോൾ താഴെ ചത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയാൽ കൂട് നിറയെ മീനുകളാണ്. ഇത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഇത് എങ്ങനെ ഈ നഷ്ടം നമ്മൾ ബാങ്കിൽ നിന്ന് ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇത് ആരോട് പോയി പറയും? പർവ്വതനദിയുടെ പനിനീരെന്ന് കവിയെ കൊണ്ട് പറയിച്ച പെരിയാറിനുണ്ടായിരിക്കുന്ന ദുരന്തം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഈ രാസമാലിന്യമൊക്കെ ഈ പുഴയിലേക്ക് പെരിയാറിലേക്ക് അടിയൊഴുക്കൊക്കെ ഉണ്ട്. പുറമേ ശാന്തത അവലംബിക്കുന്ന ഈ പെരിയാറിലേക്ക് ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആരെങ്കിലും ഈ പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വേഗമില്ല എന്ന് പരാതി പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പരാതികളുമായി ഉത്കണ്ഠയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ പരാതി പറയുമ്പോൾ ഈ സർക്കാർ നൂലാമാലകളൊക്കെ പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അവസരത്തിന് തുയരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാളെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുണ്ട്. പട്ടാഴിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ എഴുതുന്നു, പട്ടാഴിയിലൊക്കെ നല്ല മഴയാണ്, അതുകൊണ്ട് KTU പരീക്ഷ മാറ്റിവെക്കണം. പല പ്രേക്ഷകരും നാളത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എക്സാം മാറ്റണം എന്ന് പറയുകയാണ്. ഈ നാളത്തെ പരീക്ഷയൊന്നും മാറ്റിയിട്ടില്ല. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, പരീക്ഷ കൃത്യമായിട്ട് നടക്കും, KTU പരീക്ഷ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കുമെന്ന ധാരണയിൽ മഴയത്ത് പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്യുക, നല്ല കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പതോളജിക്കൽ ഓട്ടോപ്സി പൂർത്തിയാക്കിയാണ് മൃതദേഹം വിട്ടു നൽകിയത്. കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതാണ് കുട്ടി മരിക്കാൻ കാരണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതിനിടെ മൃതദേഹം വിട്ടു നൽകാൻ വൈകിയതും പ്രതിഷേധത്തിന് കാരണമായി. കുഞ്ഞിന് അനക്കമില്ലെന്നറിഞ്ഞ് ഇക്കഴിഞ്ഞ 16-ാം തീയതി അർദ്ധരാത്രിയാണ് തൈക്കാട് ആശുപത്രിയിൽ പവിത്രയും ഭർത്താവ് ലിബുവും എത്തുന്നത്. കുഞ്ഞുറങ്ങുന്നുവെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച കുടുംബത്തെ മടക്കി അയച്ചു. പിറ്റേ ദിവസം നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചെന്ന് കണ്ടെത്തി. അവിടെ തുടങ്ങുന്നു അനാസ്ഥ. കഴക്കൂട്ടം സ്വദേശിയായ ലിബു പവിത്ര ദമ്പതികളുടെ 8.5 മാസമായ ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്.
കുട്ടിക്ക് അനക്കമില്ലെന്നറിഞ്ഞിട്ടും തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ നിസ്സാരവൽക്കരിച്ച് മടക്കി അയച്ചുവെന്നായിരുന്നു ആദ്യ പരാതി. സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തിയതോടെ 17-ാം തീയതി SAT ആശുപത്രിയിലെത്തി. ശസ്ത്രക്രിയയിലൂടെ മൃതദേഹം പുറത്തെടുത്തെങ്കിലും പരിശോധനയ്ക്കായി മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. 4 ദിവസമായിട്ടും മൃതദേഹം വിട്ടുകിട്ടാതായതോടെ ലിബുവും കുടുംബവും കുഞ്ഞിന്റെ ശവപ്പെട്ടിയുമായി മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. എന്റെ ഭാര്യയ്ക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഈ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ 17-ാം തീയതി കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല. സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഈ ചികിത്സിച്ച ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഒരു 2 ആഴ്ച ഈ മരിച്ച അവസ്ഥയിൽ കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്നാലും അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു മറുപടി, വിചിത്രമായൊരു മറുപടിയാണ് നമ്മളോട് പറഞ്ഞത്. 18-ാം തീയതി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ഈ നേരം വരെ, ഈ നിമിഷം വരെയും നമുക്ക് കുട്ടിയെ തിരിച്ചു കിട്ടില്ല. പ്രതിഷേധത്തെ തുടർന്ന് വൈകിട്ടോടെ കുഞ്ഞിന്റെ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികൾ പൂർത്തിയാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത മെഡിക്കൽ കോളേജ് പോലീസ് തമ്പാനൂർ പോലീസിന് അന്വേഷണം കൈമാറി. ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പത്തോളജിക്കൽ ഓട്ടോപ്സി ഫലം വന്ന ശേഷം തുടർ നടപടിയെന്നാണ് പോലീസും പറയുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും കൃത്യമായി വിശദീകരണമില്ല. ഇത്തരം അനാസ്ഥകൾ ആവർത്തിക്കപ്പെടരുത്. അതിനൊപ്പം ഒരു വിഭാഗം ഡോക്ടർമാരുടെ സമീപനങ്ങളിലും മാറ്റം വരണം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ പലയിടങ്ങളിലും ഇപ്പോൾ നല്ല മഴ പെയ്യുന്നു എന്ന് പല പ്രേക്ഷകരും യൂട്യൂബിൽ അഭിപ്രായപ്പെടുന്നു. നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവിധമായ ജാഗ്രതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആശുപത്രിയുടെ അനാസ്ഥയിലേക്ക്. ആശുപത്രിയുടെ അനാസ്ഥയിൽ ചികിത്സയ്ക്കിടെ അപകടം സംഭവിക്കുക. അപകടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അന്വേഷണ നടപടികൾ തുടങ്ങാതെ ഇരിക്കുക. പറയുന്നത് മികവിൻ്റെ കേന്ദ്രങ്ങളെന്ന് നമ്മൾ പാടിപ്പുകഴ്ത്തുന്ന മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്കയും ചില്ലറയല്ല. നമ്മുടെ നാട്ടിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും ഒക്കെ തന്നെയാണ് സാധാരണ ജനങ്ങൾ അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളുണ്ടാകുന്ന പിഴവുകൾ സാധാരണക്കാരെ തന്നെയാണ് ബാധിക്കുന്നത്. പണമുള്ളവർ പല നില കെട്ടിടങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ വമ്പൻ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ പൊയ്ക്കോളും. സാധാരണക്കാരുടെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ചികിത്സയ്ക്കിടെ മരിച്ച ഷിബിനയുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണം ആഴ്ചകൾക്ക് ശേഷമാണ് ആരംഭിച്ചത്. ചികിത്സാ പിഴവിൻ്റെ പേരിൽ അന്വേഷണങ്ങൾ ഒരുപാട് നടന്നു. പക്ഷേ ഈ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കാണുന്നില്ല എന്നതാണ് കുടുംബങ്ങളുടെ ആരോപണം. മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് DYFIക്കാർ. അതെ, രാജ്യത്ത് തന്നെ മാതൃകയാക്കാവുന്ന സേവനമാണ് കേരളത്തിലെ DYFI ചെയ്യുന്നത്. എന്നാൽ DYFI നേതാവും CPIM കരൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ J അൻസാറിൻ്റെ ഭാര്യ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ മൂലം മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. സഹപ്രവർത്തകന് വേണ്ടി ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ ഒരു DYFIക്കാരൻ പോലും ധൈര്യപ്പെട്ടില്ല. ചികിത്സയിലെ മികവിനേക്കാളേറെ പരാതികൾ മുഴങ്ങിക്കേൾക്കുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അന്വേഷണ റിപ്പോർട്ടുകളുടെ എണ്ണം മാത്രമാണ് കൂടുന്നത്. ഓരോ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും സർക്കാർ തലത്തിൽ വകുപ്പും പോലീസും അന്വേഷണം നടത്തും. എന്നാൽ ഒരന്വേഷണ റിപ്പോർട്ടും ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല. ഒരാൾക്കെതിരെയും ഇതുവരെയും നടപടിയും ഉണ്ടായിട്ടില്ല. പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ മരിച്ചത് 3 പേർ. ഇതിനിടെ അനാസ്ഥകൾ മൂലം ഒട്ടേറെ മരണങ്ങൾ വേറെയും. ഇതിൽ പുന്നപ്ര സ്വദേശിനി ഉബൈമയുടെ മരണത്തിൽ അനാസ്ഥ ആരോപിച്ച് ബന്ധുക്കൾ അർദ്ധരാത്രിയിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചതോടെ മെഡിക്കൽ കോളേജിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തുകയാണ്. എന്നാൽ മരണങ്ങൾ ഉണ്ടായി ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രതിഷേധങ്ങളും ബഹളങ്ങളും കെട്ടടങ്ങുമെന്നതാണ് ആരോപണ വിധേയർക്ക് ആശ്വാസമാകുന്നത്. ബഹളങ്ങൾ തണുപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ മാത്രമായി അന്വേഷണങ്ങൾ ഒതുങ്ങുകയാണ് പതിവ്. ഇതിനിടെ AICC അധ്യക്ഷൻ KC വേണുഗോപാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച ഷിബിനയുടെയും ഉബൈമയുടെയും വീടുകൾ സന്ദർശിച്ചു. ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രി ഒരു തവണ പോലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് സന്ദർശിക്കാൻ തയ്യാറായില്ലെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇത്രയും സംഭവം ഉണ്ടായ പണ്ടൊക്കെ മന്ത്രിമാരൊന്ന് ആശുപത്രി സന്ദർശിക്കും.
മനസ്സിലാക്കും എന്താണ് സംഭവിച്ചതെന്ന്, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും, ഭാവിയിൽ ആവർത്തിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും. ഒന്നുമില്ല. എന്ത് കേട്ടാലും അത് ഭൂഷണമെന്ന് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പക്ഷേ ആരോഗ്യരംഗത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇങ്ങനെയാക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഇതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റുള്ളൂ. ഇതിനകത്ത് അവിടെ അസൗകര്യങ്ങളുണ്ടെങ്കിൽ ആ അസൗകര്യം പരിഹരിക്കാൻ നടപടി ഉണ്ടാവണം. ആരെങ്കിലും അലംഭാവം കാണിച്ചെങ്കിൽ അലംഭാവം നടത്തിയവർക്കെതിരായി നടപടി ഉണ്ടാവണം. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഷിബിനയുടെ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് 24 ദിവസം കഴിഞ്ഞും അന്വേഷണം ആരംഭിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയതോടെയാണ് മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അടിയന്തരമായി തുടങ്ങിയത്. ഇന്നലെയാണ് അന്വേഷണ കമ്മീഷൻ കോളേജിലെത്തി തെളിവുകൾ ശേഖരിച്ചത്. ഈ അന്വേഷണത്തിലെങ്കിലും കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ കനത്ത അനാസ്ഥയ്ക്ക് പിന്നാലെ മന്ദഗതിയിലെ അന്വേഷണത്തിന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇതിനകത്ത് വെച്ച് ഇവർ സെറ്റിൽമെൻറ്റ് ചെയ്ത രീതിയിലാണ് ഷിബിനയുടെ കാര്യം നമുക്ക് മനസ്സിലായേക്കുന്നത്. അതുപോലെ സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല. ആ ബോഡി വെച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് പിഴവ് പറ്റിയെന്നുള്ളത്. ആ പിഴവ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടെത്തണം. എവിടെയൊക്കെ പി ജിയുടെ ഗൈനക്കിൻ്റെ എക്സാം നടക്കുന്നുണ്ടോ അന്നൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല എല്ലാ ഹോസ്പിറ്റലുകളിലും മരണം സംഭവിക്കുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. ഒരു MLA സൂപ്രണ്ടോ ഒക്കെ ബന്ധപ്പെട്ടാലും മാത്രമേ മതിയായ ചികിത്സ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ദുരവസ്ഥയാണ്. ഒന്ന്. രണ്ടാമത്തെ, ഇപ്പം നമ്മളെ എൻക്വയറിക്ക് വിളിച്ച് ചെന്നപ്പോൾ അവർ ചോദിച്ചത് നിങ്ങളോട് മോശമായി പെരുമാറിയ ഡോക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ്. ഈ PG ഡോക്ടേഴ്സിന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ആരാന്ന്. ഇവർക്ക് ഒരു നെയിം പ്ലേറ്റ് ഇല്ല, ഒരു ID കാർഡില്ല. ഞങ്ങൾ ആരാ ഈ അറ്റൻഡറാണോ വന്ന് ചികിത്സിക്കുന്നതെന്ന് ഞങ്ങളെങ്ങനെ അറിയും? മെഡിസിൻ ICU അടച്ചിട്ടിട്ട് 8 മാസം കഴിഞ്ഞു. മാമോഗ്രാം തകരാറായിട്ട് 3.5 വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ MRI, അൾട്ര ഇതൊക്കെ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത് മാസങ്ങൾക്ക്, അൾട്രയുടെ 4-5 മാസങ്ങൾക്ക് ശേഷമാണ് ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു രോഗി, ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗിക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഡേറ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പോരായ്മ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കാരണം ICU കിടക്കേണ്ട പേഷ്യൻ്റ് പോലും ഇന്ന് വാർഡുകളിലേക്ക് വന്ന് അഡ്മിറ്റായിക്കൊണ്ട് ഓക്സിജൻ കിട്ടാതെയുമൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും നൽകുവാൻ ആശുപത്രിക്ക് കഴിയണം. അതേപോലെ അടിയന്തരമായിട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും നൽകുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഇടുക്കിയിൽ നിന്ന് പ്രമോദ് ഒരു യൂട്യൂബ് സന്ദേശം അയക്കുന്നു. അദ്ദേഹം പറയുന്നത്, എന്താണ് SK നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിക്കുന്നത്? ഡോക്ടർമാരുടെ സമീപനങ്ങളിൽ മാറ്റം വന്നേ തീരൂ. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ കുറേ കാലമായി പരാതികൾ കേൾക്കുന്നു. നമുക്കറിയാം, ഒരുപാട് പേഷ്യൻസ്, അതായത് ഒരു ആശുപത്രിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാളും ഒരുപാട് പേഷ്യൻസ് ഇത്തരം ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും വരുന്നു. മെഡിക്കൽ കോളേജുകളിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ തുടർച്ചയായി ചികിത്സാ പിഴവിൻ്റെ പരാതി എന്തുകൊണ്ട് ഉയരുന്നു എന്ന ചോദ്യമുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നു, ഡോക്ടേഴ്സിൻ്റെ ആത്മവിശ്വാസം കെടുത്തരുത്, അവസാനത്തെ അത്താണിയാണ് സാധാരണക്കാർക്ക് ഇത്തരം ആശുപത്രികൾ. ഒരിക്കലും അവരുടെ ആത്മവിശ്വാസം കെടുത്താൻ നമ്മളില്ല. അതേസമയം സാധാരണ രോഗികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ കാര്യത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു സംസ്ഥാനത്തിന് ഇത്തരം പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന നല്ല ചിന്തയോടെയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ടുകളൊക്കെ വളരെ വിശദമായി അവതരിപ്പിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ആശുപത്രികളെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയല്ല. കാരണം ഈ ആശുപത്രികൾ മാത്രമാണ് സാധാരണക്കാരൻ്റെ അത്താണി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സാ പിഴവെന്ന് തുടർച്ചയായി പരാതികൾ കേൾക്കാൻ തുടങ്ങിയതോടെ ഉന്നതതല യോഗം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ചിരിക്കുന്നു. നാളെ തിരുവനന്തപുരത്താണ് യോഗം. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ഉണ്ടായ വിവാദങ്ങൾ നാളെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ സർക്കാരിനെ ന്യായീകരിച്ചും ഡോക്ടേഴ്സിനെ കുറ്റപ്പെടുത്തിയും സലാം MLA ഇന്ന് രംഗത്ത് വന്നു. പിണറായി വിജയനോ വീണ ജോർജിനോ ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്ന് സലാം MLA ഇന്ന് തുറന്നടിച്ചു. കട്ടാമുടി നായകർ പറഞ്ഞ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ രക്ഷപ്പെട്ടു പോകാനുള്ള നിലപാടിലേക്ക് ഇനിയും നിങ്ങളാരും വരേണ്ട കാര്യമില്ല. സ്വകാര്യ പ്രാക്ടീസ് മാത്രം നടത്തി കാശുണ്ടാക്കാൻ മാത്രമായി ജീവിക്കുന്ന ഡോക്ടർമാരെ പരസ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്ന രീതികളെ ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തി, മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തി പരസ്യപ്പെടുത്തുന്ന നിലയിലേക്ക് ഞങ്ങൾ മാറും. നിങ്ങൾ പൊതുവായ വിദ്യാലയത്തിൽ പഠിച്ച് ഡോക്ടർമാരായെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരാക്കാൻ പണം ചെലവഴിച്ചവരാണ് ജനങ്ങൾ. തന്റെ മാത്രം ജീവിതം, തന്റെ മാത്രം സമ്പത്ത്, തന്റെ മാത്രം കാര്യം എന്ന് മാത്രം നോക്കി അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗം വരുന്ന ഡോക്ടർമാരും ജീവനക്കാരും അത് പാടെ മാറിയേ പറ്റൂ.
കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് പറയൂ. എസ് കെ എൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ ആരോഗ്യവകുപ്പിന് പേരുദോഷം കേൾപ്പിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. മാത്രമല്ല നിരവധി ആരോപണങ്ങളുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. യോഗം നാളെ തിരുവനന്തപുരത്താണ്, 12 മണിക്കാണ്. ഈ ഉന്നതതല യോഗം വളരെ ഗൗരവത്തിലാണ് വിളിച്ചിരിക്കുന്നത്. കാരണം വകുപ്പ് സെക്രട്ടറി തന്നെയാണ് ഇതിൻ്റെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല ആ യോഗത്തിൽ ആരോഗ്യമന്ത്രിക്കൊപ്പം ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആ സർക്കുലറിൽ പറയുന്നത് ഭരണപരമായ കാര്യങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുരോഗതി, മറ്റ് വിഷയങ്ങളൊക്കെ വിലയിരുത്താൻ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത് വളരെ ഗൗരവത്തിൽ സർക്കാർ ഈ വിഷയത്തെ കാണുന്നു. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജനങ്ങളുടെ, നേരത്തെ എസ് കെ പറഞ്ഞ അതേ കാര്യമാണ്, പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ അവസാനത്തെ അത്താണിയാണ് മെഡിക്കൽ കോളേജുകൾ. ആ മെഡിക്കൽ കോളേജുകളുടെ വിശ്വാസ്യത തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ ദോഷമാണ്. പ്രത്യേകിച്ചും സ്വകാര്യ മേഖല ഇതൊരു വലിയ വ്യാപാരമായി കാണുന്നൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ എവിടെയാണോ കറക്ഷൻ ആവശ്യമുള്ളത് ആ രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നു. അതിനുവേണ്ടി നേരിട്ട് ഇവരിൽ നിന്നും വിശദീകരണം വാങ്ങിക്കാനും മറ്റ് ക്രമീകരണങ്ങളിലെ കുറിച്ച് ആലോചിക്കാനും വേണ്ടിയാണ് ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. നാളെ 12 മണിക്ക് മന്ത്രിയുടെ ഓഫീസ് കെട്ടിടത്തിൽ തന്നെ ആയിരിക്കും യോഗം നടക്കുക. എല്ലാ മെഡിക്കൽ കോളേജിലും ഇതിനകം ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പ്രാഥമികമായ ആലോചന സർക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴ അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ച് ഈ വിഷയം ഗൗരവത്തിലെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. എസ് കെ. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കടുത്ത നടപടികൾ എടുക്കട്ടെ. നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. നാളത്തെ യോഗത്തിൽ അത് ഗൗരവമായി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ചർച്ച ചെയ്യട്ടെ എന്നാണ് 24-ന് പറയാനുള്ളത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ഷാബി കൊമേരയുടെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറയുന്നത് മെഡിക്കൽ കോളേജിൽ നല്ല ചികിത്സ ലഭിക്കാൻ ഡോക്ടേഴ്സിൻ്റെ വീട്ടിൽ പോയി അവർക്ക് ക്യാഷ് കൊടുത്താൽ അവർ നല്ലോണം നോക്കും, അല്ലെങ്കിൽ അവർ അത്ര ശ്രദ്ധിക്കില്ല. ഇത് ആർക്കാണ് അറിയാത്തത്? അതുപോലെ നൗഷാദ് പുന്നത്തല ചോദിക്കുന്നു, മെഡിക്കൽ കോളേജുകളിൽ അടിക്കടി ഉണ്ടാകുന്ന ചികിത്സാ പിഴവ് എന്തുകൊണ്ടാണ്? സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുകൂടി പറയുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഒരുപാട് ഡോക്ടേഴ്സ് സംസ്ഥാനത്തുണ്ട്, നമുക്കറിയാതെ. അതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല, പരസ്യമായ കാര്യം തന്നെയാണ്. വിജിലൻസിനെ കുറച്ചുകൂടി ശക്തമാക്കണം. ആശുപത്രികളിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തുകയും വേണം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. കാരണം ഇതിലൊക്കെ കുറച്ച് കാലമായി ഇങ്ങനെ സ്വകാര്യ പ്രാക്ടീസ് തടയാനുള്ള ശ്രമങ്ങളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രൂക്ഷമായ വിമർശനം കിട്ടി. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചു. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്ക് നിയമപ്രകാരമുള്ള യോഗ്യതയില്ല. ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ എബിൻ ജോസ്. എസ് കെ എൻ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോരിൽ ഗവർണർക്ക് ശക്തമായ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കേരള സർവകലാശാലയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 4 പേരുടെ റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി. അതോടൊപ്പം തന്നെ സർക്കാർ നിർദ്ദേശിച്ച 3 പേരുടെ നിയമനം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രൂക്ഷമായ വിമർശനമാണ് ഗവർണർക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഗവർണർ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സർവകലാശാല നിയമത്തിൽ നിന്നുള്ള വ്യതിചലിച്ചുള്ള നിയമനങ്ങൾ അത് പാടില്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണ് എന്നുള്ള വിമർശനവും ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ഗവർണർ നിർദ്ദേശിച്ച 4 പേർ വലിയ യോഗ്യതയുള്ളവരല്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അതായത് സർക്കാർ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത് ഹൈക്കോടതി വിമർശനമായി തന്നെ ഉന്നയിക്കുന്നു. കേരള സർവകലാശാലയിൽ സർക്കാർ ഉന്നയിച്ച വാദം, അതായത് സർക്കാർ നിയമിച്ച 3 പേരുടെ നാമനിർദ്ദേശം അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ഗവർണർ നിർദ്ദേശിച്ച 4 പേരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ഇനി പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഇപ്പോൾ ഗവർണറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു ബിൻ ജോസ്. കോഴിക്കോട്ട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ജീവനക്കാരെ സംരക്ഷിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയുണ്ടായെന്നാണ് KSEBയുടെ കണ്ടെത്തൽ. വൈദ്യുതി മന്ത്രിക്ക് സമർപ്പിച്ചുവെന്നറിയുന്നു. ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു.
കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ 18 വയസ്സുള്ള മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിക്കുന്നത്. വാഹനം കേടായതോടെ മഴ നനയാതിരിക്കാൻ കടത്തിണ്ണയിൽ കയറി നിന്നപ്പോഴായിരുന്നു അതിദാരുണമായ സംഭവം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് വകുപ്പ് മന്ത്രിക്ക് കൈമാറിയത്. പ്രാഥമിക അന്വേഷണത്തിലാണ് സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയുണ്ടെന്ന് കണ്ടെത്തിയത്. മഴയത്ത് സർവീസ് വയർ തകര ഷീറ്റിൽ തട്ടിയതോടെ തൂണിലേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. കടയുടെ പുറത്ത് ബൾബ് ഉണ്ടായിരുന്നു. ഇതിനായി വലിച്ച വയറിലെ ചോർച്ചയിലൂടെയും തൂണിലേക്ക് വൈദ്യുതി എത്തിയെന്നും സംശയമുണ്ട്. കടയുടമയുടെ പരാതിയിൽ തലേന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ലീക്കുള്ളതായി കണ്ടെത്തിയിരുന്നില്ലെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന ആരോപണം നിഷേധിക്കുന്നതാണ് റിപ്പോർട്ട്. വിശദമായ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരെ കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് ഗാന്ധിനഗർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂൺ 25-ന് കേസ് പരിഗണിക്കും. മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു വൈദ്യുത വകുപ്പ്. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാൽ ആ നഷ്ടം നികത്താനാകുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ഉടൻ പരിഹാരം സാധ്യമാക്കുന്ന പരിപാടിയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഉത്തരം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുക മാത്രമല്ല, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടിയിൽ ഉറപ്പാക്കുമെന്ന വിശ്വാസമാണ് മറ്റു വാർത്താ ചാനലുകളിൽ നിന്ന് 24-നെ എപ്പോഴും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ജനങ്ങളുടെ ആ ഉറപ്പാണ് 24-ൻ്റെ ജനകീയ അടിത്തറയുടെ അടിസ്ഥാനം. വയനാട്ടിൽ നിന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. പൂതാടി പഞ്ചായത്തിലെ കോട്ടക്കൊല്ലി ആദിവാസി കോളനിയിലെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരം നേടിയിരിക്കുന്നത്. കോളനിയിലെ ജനങ്ങൾക്ക് കുഴൽക്കിണറിൽ നിന്ന് വൈകാതെ വെള്ളമെത്തും. ഇതിനായുള്ള നടപടികൾ പൂർത്തിയായതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കുന്നു കയറിയിറങ്ങി വെള്ളം കൊണ്ടുവരേണ്ട ജനങ്ങളുടെ ദുരിതം പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പിന്നാലെയാണ് നടപടി. 24 ഇമ്പാക്റ്റ്. ഞങ്ങൾ പണിക്ക് ബത്തേരിയൊക്കെ പോകുമ്പോൾ 6 മണിയാകുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം പണിക്ക് പോകാൻ. വൈകുന്നേരം 6 മണി 6:30 ആവും ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ. ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ല, സങ്കടം കൊണ്ട്. സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്. രാവിലെ എണീറ്റ് വെള്ളത്തിന് സ്കൂളിൽ പോവുമോ ചുമന്നാണ് ഞങ്ങൾ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നത്. കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും മോട്ടോർ ഘടിപ്പിച്ചു കൊടുക്കാൻ 3 വർഷമായിട്ടും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. കണ്ണ് നിറച്ചുകൊണ്ടാണ് അവർ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. വെള്ളമെന്ന അടിസ്ഥാന ആവശ്യത്തിനു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഭരണാധികാരികളോട് ഇവർക്ക് അമർഷമുണ്ട്. പൂതാടി പഞ്ചായത്തിലെ കോട്ടക്കൊല്ലിക്കാർക്ക് ആശ്വസിക്കാവുന്ന പ്രതികരണമാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് എത്തുന്നത്. 3 മാസത്തിനകം കുഴൽക്കിണറിൽ നിന്ന് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ 24-നോട് പറഞ്ഞു. കരാറുകാരന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് നടപടി വൈകിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും പദ്ധതി നടപ്പാക്കുന്നതിനെ ബാധിച്ചു. ഫെബ്രുവരി 19-ന് കരാർ വെച്ചുവെന്നും നടപടികൾ വേഗത്തിലാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. കുഴൽക്കിണർ അടിക്കാനുള്ള കാര്യങ്ങൾക്കാണ് ആദ്യം തീരുമാനം എടുത്തത്. അതിൽ പമ്പ് സെറ്റിൻ്റെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പണിയ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ആ പ്രവൃത്തി അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തുകളിൽ വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് മോട്ടോർ അനുബന്ധ ഉപകരണങ്ങൾ എന്നുള്ള ഒരു പ്രവൃത്തിയിൽ വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മോട്ടറിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞങ്ങൾ ബോർഡ് തീരുമാനം എടുത്ത് അവിടേക്ക് അയച്ചു. അപ്പോഴേക്ക് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു സാങ്കേതിക തടസ്സം മാത്രമേ അതിന് നിലവിലുള്ളൂ. അത് കഴിഞ്ഞ ആ പ്രവൃത്തി പൂർത്തീകരിച്ച് മോട്ടറും മറ്റ് പമ്പ് സെറ്റും അനുബന്ധ ഉപകരണങ്ങൾ കുറച്ച് പദ്ധതികൾ അങ്ങനത്തെ ഉണ്ട്, അതിൽ ഉൾപ്പെടുത്തി ഇതും കൂടെ നമുക്ക് പൂർത്തീകരിച്ച് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ ടെൻഡറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പൂതാടിയിലേത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുള്ള വാർഡുകളോട് വിവേചനം ഉണ്ടെന്നാണ് CPM-ൽ നിന്നുള്ള ഷിജി ഷിബുവിന്റെ ആരോപണം. ഷിജിയുടെ വാർഡായ ഇരുളത്താണ് കോട്ടക്കൊല്ലി കോളനി. കോളനിയിൽ കുഴൽക്കിണർ കുത്തിയ ശേഷം അനുബന്ധ പ്രവൃത്തികൾക്ക് പട്ടികവർഗ വകുപ്പിന്റെ ഇടപെടൽ വേണ്ടിവന്നു. 3.5 ലക്ഷം രൂപ പ്ലംബിങ്ങിനും ടാങ്കിനും അനുവദിച്ച് 1.5 വർഷമായി. നിലവിൽ മോട്ടോറിന് ടെൻഡറായിട്ടില്ല. ടെൻഡർ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തത് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണെന്നും
ഷിജി ആരോപിച്ചു. ടെൻഡർ നടപടി പോലും പൂർത്തീകരിച്ച് നമുക്ക് പഞ്ചായത്ത് തന്നിട്ടില്ല. പഞ്ചായത്തിൻ്റെ ശുദ്ധമായിട്ടുള്ള അനാസ്ഥ തന്നെയാണത്. കറക്റ്റായിട്ട് പറയാം, നമ്മൾ എത്രത്തോളം എല്ലാ ബോർഡിലും നമ്മൾ ഈ വിഷയം ഉന്നയിക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകുകയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴും ടെൻഡർ പൂർത്തീകരിച്ച് തന്നാലല്ലേ ഒരു വാർഡ് മെമ്പർക്ക് അതിൻ്റെ ബാക്കി ആരാണോ ആ കരാർ എടുത്തത് ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ടെൻഡർ പ്രോസസ്സിംഗ് പൂർത്തീകരിച്ച് തരണം. പണി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് കോട്ടക്കൊല്ലി കോളനിയിൽ ഏറെയും. കുഴൽക്കിണറിൽ വെള്ളമുണ്ടെങ്കിലും കുടിനീരിനായി കുന്നുകയറി ഇറങ്ങേണ്ട ഗതികേടുണ്ട് ഇവിടെയുള്ളവർക്ക്. കോട്ടക്കൊല്ലി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടണം. കത്തുന്ന വേനലിലും കോരിച്ചൊരിയുന്ന മഴയിലും കുഴൽക്കിണറിൽ നിന്ന് തന്നെ വെള്ളം ലഭ്യമാകണം. പഞ്ചായത്ത് നൽകുന്ന ഉറപ്പിൽ വിശ്വാസമർപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നു എന്ന് പല പ്രേക്ഷകരും യൂട്യൂബ് വഴി അറിയിക്കുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. 5 ജില്ലകളിൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. മാത്രമല്ല നല്ല കാറ്റിനും സാധ്യതയുണ്ട് എന്ന്, അതായത് 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാൻ സാധ്യതയുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ് റാം, വിശദാംശങ്ങൾ. SKN, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രിയും, അതായത് വൈകുന്നേരവും രാത്രി വൈകിയുമൊക്കെ കാര്യമായ മഴ പല മേഖലയിലും തുടരുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ ടൈംലി അലേർട്ട്, അതായത് അടുത്ത 3 മണിക്കൂറിലുള്ള കാലാവസ്ഥാ പ്രവചനം ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും അവർ പ്രവചിക്കുന്നുണ്ട്. ഇടിമിന്നലും അതുപോലെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. SKN, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്ന മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 8 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ചില ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ വ്യാഴാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അടുത്തൊരു 3-4 ദിവസം കൂടി ജാഗ്രത തുടരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. നാളത്തോടെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം, പ്രഭാവം എത്രത്തോളമാകും കേരളത്തിൽ മഴയായി ലഭിക്കുക എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ അറബിക്കടലിൽ വടക്കൻ കേരളത്തിന് സമീപത്ത് ഒരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിന്റെയൊക്കെ സ്വാധീനം എത്രത്തോളം എന്നറിയാൻ അടുത്ത ദിവസം കൂടി കഴിയണം എന്നുള്ളതാണ്. എന്താണെങ്കിലും 3 ദിവസം ജാഗ്രത തുടരേണ്ടതുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. SKN, കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾ ഈ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണ്. സജീവ് അങ്ങോട്ട് പറയുക, SKN, ഈ കാലാവസ്ഥ റിപ്പോർട്ട് നിങ്ങൾ പറയുന്നതിന് പകരം ഈ ടിക്കറിലങ്ങ് എഴുതി കാണിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നെങ്കിൽ പിന്നെ എല്ലാം അങ്ങ് എഴുതി കാണിച്ചാൽ പോരെ. മാങ്കോട് പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. രാജ്യാന്തര വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി, അദ്ദേഹം ഇടയ്ക്കിടെ നിരന്തരം എന്നോട് പറയും, അദ്ദേഹം 24 കാണാറുണ്ട്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അദ്ദേഹം കാണുന്നതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞ അഞ്ജന ചന്ദ്രന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ കൈത്താങ്ങുമായി വന്നിരിക്കുന്നു. ഓരോ ദിവസവും ചികിത്സയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. അതിൻ്റെ തുക ലുലു ഗ്രൂപ്പ് കൈമാറുകയും ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്ന് രാവിലെ ഇവർ അഞ്ജനയ്ക്ക് സഹായധനം കൈമാറിയത്. 24 വാർത്തയിലൂടെ അഞ്ജനയുടെ ദുരവസ്ഥ നേരിട്ട് അറിഞ്ഞതിന് ശേഷമാണ് യൂസഫ് അലി സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് 28 വയസ്സുകാരി അഞ്ജന ചന്ദ്രൻ. പ്രതിദിന ചികിത്സയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപയാണ് അഞ്ജനയ്ക്ക് ചെലവാകുന്നത്. ഈ തുക കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കി. ഒരു ദിവസം
നമ്മൾ കടന്നു പോകണമെങ്കിൽ ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും വെന്റിലേറ്റർ ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ചികിത്സയ്ക്കായിട്ട് വന്നിട്ട് 15 ദിവസമായി. മോളുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ഒരു സഹായനിധി പോലത്തെ അക്കൗണ്ട് തുറക്കുകയും അതിലേക്ക് എല്ലാവരും സംഭാവനയൊക്കെ ചെയ്തും പിന്നെ ആളുകളിൽ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഇടപെടൽ. അഞ്ജനയ്ക്ക് ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയുടെ ചെക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ കൈമാറി. വലിയൊരു സഹായമാണ് ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ സഹായിച്ചു. അതിലും വലിയൊരു സഹായമാണ് മറ്റേ ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മകളുടെ ആരോഗ്യനില ഇപ്പം ഇന്നലെ മുതൽ മഞ്ഞപ്പിത്തം പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആശ്വാസത്തിനുള്ള വക ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങി. 2-3 മാസം വരെ എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ള വിഷമത്തിലായിരുന്നു. അതിന് വലിയൊരു ആശ്വാസമാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഞങ്ങളതിൽ നന്ദി പറയുന്നു എല്ലാവരോടും, 24നോടും അതുപോലെ ലുലു മാളിലെ ആളുകളോടും ഞങ്ങൾ നന്ദി പറയുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഞ്ജന. ഒരാഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അഞ്ജനയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ട്. 24 കൊച്ചി. എന്തായാലും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിൻ്റെ അബുദാബി ഓഫീസിലിരുന്നാണ് അദ്ദേഹം ഈ വാർത്ത കണ്ടത്. അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു 5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ. വളരെ സന്തോഷമായി. ഒരുപക്ഷെ ഈ കുടുംബത്തിന് വലിയ സഹായമായി. താങ്ക് യു ശ്രീ എം എ യൂസഫ് അലി. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നമ്മൾ കടക്കുന്നു. കേസ് ഡയറി. രാജ്യം ഒന്നടങ്കം ഞെട്ടിയ അവയവക്കടത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് തയ്യാറാകുന്നു. എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. പ്രതി സാബിത് നാസർ ഇറാനിലേക്ക് കൊണ്ടുപോയ പാലക്കാട്ടെ ഷമീർ ബാങ്കോക്കിലുണ്ട് എന്ന് പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട്. അവയവക്കടത്തിൻ്റെ പ്രധാന കണ്ണി ഹൈദരാബാദിലുണ്ടെന്നും പ്രതിയുടെ മൊഴിയുണ്ട്. ചിലപ്പോൾ ഹൈദരാബാദിലേക്കും അന്വേഷണം നീണ്ടുപോയേക്കാം. അവയവക്കടത്തിന്റെ ചുരുളഴിക്കാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂർ സ്വദേശി സാബിത് നാസറിൽ നിന്ന് അന്വേഷണം ആരംഭിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസ്. സാബിത് നൽകിയ മൊഴിപ്രകാരം ഹൈദരാബാദിലാണ് അവയവക്കടത്തിലെ പ്രധാന കണ്ണി ഒളിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രയെത്ര ഇരകളെ ഇത്തരത്തിൽ അവയവക്കടത്തിനായി ഇറാനിലേക്ക് എത്തിച്ചു എന്നുള്ളതും പോലീസ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സെൻസിറ്റീവ് കേസാണോ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണോ. നിർധനരായ ആളുകളെയും സ്ത്രീകളെയുമാണ് അവയവക്കടത്ത് സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ തീർത്തു തരാമെന്ന് പറഞ്ഞ ഇവരെ വിശ്വസിപ്പിക്കും. പിന്നാലെ വ്യാജരേഖകൾ ചമച്ച ഇവരെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാണ് രീതി. ഇറാനിലേക്ക് കയറ്റി അയച്ച ആളുകൾക്ക് 6 ലക്ഷം രൂപ വരെയാണ് പരമാവധി നൽകിയിട്ടുള്ളത്. താമസിക്കാനുള്ള സൗകര്യവും ചികിത്സാ ചിലവുമെല്ലാം ഇത്തരക്കാർ തന്നെ കൈമാറും. സാബിത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് പോലീസിന്റെ അടുത്ത നടപടി. അതിനുശേഷം ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും അന്വേഷണം നടത്തും. കൂടുതൽ ഇരകളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് സ്വദേശി ഷമീറിലേക്ക് എത്തുക എന്നതാണ്. ഇതിനോടകം തന്നെ ഷമീർ എവിടെയുണ്ട് എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം
കൂടുതൽ ഇരകൾ സാബിത്തിനെതിരെ പരാതിയുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അദ്ദേഹം ബാങ്കോങ്ങിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് 1 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ വിഷ്വലും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ പ്രചരിച്ചപ്പോൾ അത് ഇവനാൽ ബാധിക്കപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിത് സൂചന തന്നത്. ഇന്ന ഭാഗത്ത് ഉണ്ടായിരുന്നെന്ന് 1 മാസം മുമ്പ് ഫോൺ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് സാബിത് നാസർ. കൂടുതൽ പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇവർക്ക് സഹായം നൽകിയവരിൽ ഉന്നതരുണ്ടോ എന്നും പരിശോധിക്കണം. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് യഹിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. സുലൈമാൻ അബ്ദുൽ ഖാദർ യൂട്യൂബിൽ പറയുന്നു, എസ് കെ വെളിയിലുള്ള ശക്തമായ മഴ കാരണം എസ് കെ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത്രയും കനത്ത മഴയാണ് പെയ്യുന്നത്. പല ആൾക്കാർക്കും ഇതേ അനുഭവം ഉണ്ടാകും. മഴ സമയത്ത് നിങ്ങളിത് കേട്ടില്ലെങ്കിലും സാരമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആവേശം അതിരുവിട്ടാൽ വലിയ പ്രശ്നമാകും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആവേശം അതിരുവിട്ടതിൻ്റെ അല്ല, ഫഹദ് ഫാസിലിൻ്റെ പുതിയ ചിത്രം ആവേശം അനുകരിച്ചാണ് ചില ചെറുപ്പക്കാർ വെല്ലൂരിൽ പുലിവാലി പിടിച്ചത്. വെല്ലൂരിൽ ആവേശത്തിൻ്റെ മോഡലിൽ റീൽ ചിത്രീകരിച്ച യുവാക്കൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. DMK നേതാവ് ജ്ഞാനശേഖരൻ്റെ മകൻ അന്നാ ശരണിനും സുഹൃത്തുക്കൾക്കുമെതിരെയാണ് കേസ്. യുവാക്കൾ ചിത്രീകരണത്തിന് തിരഞ്ഞെടുത്ത ലൊക്കേഷനോ ഗംഭീരമായിട്ടുണ്ട്. വെല്ലൂരിലെ ഒരു അങ്കണവാടി, അവിടേക്ക് അതിക്രമിച്ച് കയറിയാണ് റീൽ ഷൂട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചത്. കേരളത്തിനകത്തു മാത്രമല്ല, തെന്നിന്ത്യയിൽ ഒന്നാകെ ആവേശം തരംഗമാണ്. ആ തരംഗത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഭവം. ആവേശം സിനിമ കണ്ട ആവേശത്തോടെ റീല് ചെയ്യാൻ ഇറങ്ങിയതാണ് യുവാക്കൾ. വെല്ലൂരിലെ അലമേലുമംഗപുരത്തെ അങ്കണവാടിയാണ് ലൊക്കേഷൻ. സിനിമയിലെ ബാർ രംഗം അഭിനയിച്ചു തകർത്തു. പാട്ടൊക്കെ മിക്സ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതോടെയാണ് യുവാക്കൾ ആപ്പിലായത്. സിനിമയെ വെല്ലുന്ന തരത്തിൽ വൻ ഒരുക്കങ്ങളോടെയാണ് റീൽസ് എടുത്തതെങ്കിലും സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഇതോടെയാണ് പോലീസ് കേസെടുത്തത്. മുഖ്യപ്രതി അന്നശരൺ ഉൾപ്പെടെ അഭിനയിച്ചു തകർത്ത എല്ലാവർക്കുമെതിരെ സത്വചാരി പോലീസ് കേസെടുത്തു. 10-ലധികം യുവാക്കൾ സംഘത്തിലുണ്ടായിരുന്നു. സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയതുൾപ്പെടെയുള്ള 3 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ആവേശം കണ്ട് ആവേശം മൂത്ത് റീൽ ചെയ്യാൻ ഇറങ്ങിയ യുവാക്കൾ എന്തായാലും ആകെപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവരെക്കാൾ ആവേശത്തിൽ പോലീസ് എന്തായാലും അവർക്ക് പുറകിലുണ്ട്. ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.